അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നജദിലെ ഒരു ജണ്ട് ഗോത്രത്തിൽപ്പെട്ട ഒരു 8 ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുകയായിട്ട് ഇവിടേക്ക് വന്നാറ്, മദീനത്തേക്ക് വന്നാറ്. അങ്ങനെ മദീനത്തേക്ക് ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ അവിടെ ക്ലൈമറ്റും കാര്യം പിടിക്കാത്ത കൊണ്ടാകുമ്പോൾ വലിയൊരു രോഗം പിടിപെട്ടത്. ഈ സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങൊരു മറന്തു ചൊന്നിട്ടു ഗാബ ചുള്ള ജാഗയ്ക്ക് കടത്തിയത്. അതായത് മദീനത്തിലുള്ള ഒരു കാടും കാര്യമുള്ളെങ്കിൽ ഒരു പ്ലേസാണ്, ചെറിയ ചെറിയ കുറ്റിച്ചെടിയെല്ലാം ഉള്ളെങ്കിൽ ഒരു പ്ലേസ്. ആ ഒരു ജാഗയ്ക്ക് അവിടെ നൻ്റെ ഒരു ആട്ടിടയൻ എൻ്റെ മൗല യാസർ റളിയല്ലാഹു അൻഹു അവിടെ നിങ്ങൾ പോറു ചൊന്ന കടത്തരാണ്. അങ്ങനെ ഈ ഒരു കൂട്ട ആൾക്കാർ, ഈ 8 ആൾക്കാർ ആ ഒരു ഗാബ ചുള്ള ജാഗയ്ക്ക് പോയാൽ പിന്നെ ഒരു ചരിത്ര സംഭവമാണ് പിന്നീട് എന്താ അവിടെ നിന്ന് നടക്കരുത്. ആ ഒരു വിഷയമായിട്ട് വീണ്ടും ഞങ്ങൾ എന്താക്കറ് ചർച്ചയാക്കാൻ വേണ്ടത്. ബഹുമാനപ്പെട്ട ഹുർസുബ്ന് ജാബിർ അൽ ഫഹ്രി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുക്ക് പണ്ഡിതരും മുന്നോളൂ, അതായത് സുഹാബി അവിടെ നിന്ന് മുന്നോളൂ മുശ്രിക്കീങ്ങളെ ഏറ്റവും വലിയ ഒരു നേതാവായിട്ട് ഇന്ന ഒരു ആളാണ് ബഹുമാനപ്പെട്ട ഈ ഒരു ഹുർസുബ്ന് ജാബിർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ബഹുമാനപ്പെട്ട ഈ ഹുർസുബ്ന് ജാബിർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാം കിടക്കുന്നതിന് മുന്നോളൂ ഒരു വലിയൊരു കൊല്ല സംഘത്തെ ഒരു ആളായിട്ടുണ്ട്. അതായത് ആൾക്കാരെ സാമാനും കാര്യമെല്ലാം കട്ടുകൊണ്ട് പോകണ്ടേ, എടുത്തുകൊണ്ട് പോകണ്ടേ, ഇങ്ങനത്തെ ഒരു വിഷയത്തിലുള്ള കൂടി പോയി എന്നെങ്കിൽ ഒരാളാണ്. അങ്ങനെ ഒരു നാൾ ഇയാൾ മദീനത്ത് വന്ന സന്ദർഭത്തിൽ മദീനത്തിലുള്ള മുസ്ലിമായ ആൾക്കാരെ ഈ ഒരു വൺട അതേപോലെ ആട് മൈക്കര ആ ഒരു ജാഗയ്ക്ക് വന്നിട്ട് അങ്ങനെ വൺടയും കാര്യമല്ല ഇയാൾ എന്തായത് കട്ടുകൊണ്ട് പോകണ്ട, അതായത് അങ്ങനെ ജാഗരെ എടുത്തുകൊണ്ട് പോകണ്ട. അങ്ങനെ എടുത്തു പോയ സന്ദർഭത്തിൽ ഈ വിവരം അറിഞ്ഞെങ്കിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ, ഒരു സൈന്യത്തെ എന്താക്കറി ഈ ഹുർസുബ്ന് ജാബിർ റളിയല്ലാഹുവിനെ എടുത്തും പോയി ആ വണ്ടടയും കാര്യയുടെയും ഈ എടുത്തു പിറകുബേനായിട്ട് പിടിക്കുബേനായിട്ട് ഒരു സൈന്യത്തെ കടത്തിടും. അങ്ങനെ ഈ ഒരു സൈന്യ നേരെ യോടക പോകണ്ടു ബദർ അവിടേക്കാണ് എത്തുന്നത്. അങ്ങനെ ഒരു വാദി സഫ്വാൻ ചൊല്ല ഒരു ജാഗയ്ക്ക് എന്തായിട്ട് പോയിട്ട് എത്തുക. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ എന്തായിട്ട് ഈ ഹുർസുബ്ന് ജാബിർ എന്തായില്ല ഇങ്ങോട്ടും കിട്ടിയില്ല, അയാൾ എന്തായത് അവിടെ നിന്ന് പോയിത്തു. അങ്ങനെ ഈ ഒരു സംഭവത്തിക്കാണ് എന്താ ചൊല്ലത്, ഒന്നാം ബദറിട്ടാണ് ഇതിക്ക് എന്താ ചൊല്ലത്. അതേപോലെ ഗസ്വത്ത് സഫ്വാൻ യുദ്ധം കൂടി ഇത് കുറേ പേരുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുർസുബ്ന് ജാബിർ റളിയല്ലാഹു അൻഹു പിന്നീട് പോയിട്ടിരുന്നെങ്കിലും ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അതേപോലെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള വിവരം കിട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹുർസുബ്ന് ജാബിർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ചിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ഒരു വിശ്വസ്തനായ ഒരു ആളായിട്ട് പിന്നീട് എന്താ അവിടെ അയാൾ മാറി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ഈ മദീനത്തിലുള്ള ആൾക്കാരത് സുഹാബികളതും അല്ല ബാക്കിയുള്ള എല്ലാ ആൾക്കാരതും ഒരു വൺട അതേപോലെ അങ്ങനെയുള്ള പൈ അതേപോലെ അങ്ങനെ കയ്യിലുള്ള എനിക്കത്തെ ആട് ഇതെല്ലാം മേഞ്ഞു ഇന്നെങ്കിൽ ഒരു ജാഗയുണ്ട്, ഒരു ചെറിയൊരു കാട് പോലത്തെ ഒരു ജാഗയുണ്ട് ഇവിടെ മദീനത്തിൽ. അതായത് ദുൽജുദുർ ചുള്ളെങ്കിത്തെ ജാഗ, ദുൽജുദുർ ചുള്ളിൻ്റെ പർവ്വത ഉള്ളംകാരയാണ്, അതിൽ ഇടയിലാണ് ഒരു ഗാബ ആണുള്ളത്, ഒരു കാട് ഉള്ള ഒരു ജാഗയാണ്. അപ്പോൾ ഇവിടെയാണ് സർവ്വസാധാരണമായിട്ട് മദീനത്തെ ആൾക്കാർ എന്തൊരു വൺടം കാര്യമെല്ലാം എന്തായത് തിണ്ടോണ്ടും തന്നി പിടിച്ചു എന്നെങ്കിൽ ഒരു ജാഗയാണ്. ഈ ഒരു ജാഗയിൽ വെച്ചിട്ടായിട്ട് എന്തൊരു പരിശുദ്ധമായ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വൺടയും അതേപോലെ ബൈത്തുൽ മാലിലെ വൺടയും എല്ലാം ഇന്നത് ഈ ഒരു ജാഗയിലാണ്. അതായത് ഈ ബൈത്തുൽ മാലിൽ പെട്ട എല്ലാ വൺടയും കുതിരയും ആ കാര്യമെല്ലാം പുല്ലും കാര്യമെല്ലാം തിണ്ടോ ഇന്ന് ആ ഒരു ജാഗയിൽ വെച്ചാണ്. അപ്പോൾ ഈ ഒരു ജാഗയിൽ വെച്ചിട്ടായിട്ട് ആറ് ബഹുമാനപ്പെട്ട യസ്സാർ റായി റളിയല്ലാഹു എന്താ ഇന്നത്, അതായത് ഈ വൺടൈം കാര്യമെല്ലാം നോക്കി നടത്തിയോ എന്നെങ്കിൽ ഒരാളാണ്, ഒരു ആട്ടിടയാണ്. അതായത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മൗലയാണ് ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹു. യാസർ റളിയല്ലാഹു അൻഹു ചൊല്ലത് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അടിമയായിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് അടിമത്തിൽ നിന്ന് മോചനം കൊടുത്തത്, അതായത് സ്വതന്ത്രനാക്കിയത്. പക്ഷേ ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴിൽ സ്വറാക്കിക്കൊണ്ടും ആണ് ഇന്നത്. അങ്ങനെ ഇയാളുടെ പ്രത്യേക ഒരു കഴിവെന്ന് വെച്ചാൽ നല്ല ഈ വൺടം കാര്യമെല്ലാം നോക്കുക, അതായത് മൃഗത്തെ നോക്കുക, നല്ലൊരു കഴിവുന്ന ആളാണ് ആ ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹു. ഈ യാസർ റളിയല്ലാഹു അൻഹു ഇന്നതും അതേ ഒരു ജാഗയിലാണ്, ആ ഒരു ഗാബയിലാണ് ഇന്നത്. ഇങ്ങനെ ഇക്കുമ്പോഴാണ് ഒരു നാൾ എന്താക്കരുത് ഒരു നജദിൽ നിന്നിട്ട് ഒരു ജണ്ട് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ വേണ്ടത്, അതായത് ഉറൈൻ ഗോത്രവും അതേപോലെ ഉഖൈൽ ഗോത്രത്തിൽപ്പെട്ട 8 ആൾക്കാരെയോട് വേണ്ടത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട വേണ്ടത്, അതായത് മദീനത്ത് കാണു വേണ്ടത്. അങ്ങനെ
മദീനത്തേക്ക് വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വന്നിട്ട് എന്താ അവിടെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചിട്ട് അങ്ങനെ മുസ്ലിമായിട്ട് ഇവിടെ ഇക്രാറ് ആ ഒരു മദീനത്തിൽ ഇക്രാറ്. പക്ഷേ മദീനത്തിൽ ഇന്ന് അങ്ങ് എന്തായില്ല ഇവിടെ ഒരു ക്ലൈമറ്റും കാര്യം அவங்க എന്തായില്ല പിടിച്ചില്ല. കാരണം ഒരു മറുഭൂമി ആ ഒരു പ്രദേശത്തിൽ ഇന്നത് കൊണ്ടിട്ടു ഇവിടുത്തെ ഒരു കാര്യം அவங்க എന്തായില്ല പിടിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങ് എന്ത് രോഗ പറ തുടങ്ങിയത് അങ്ങനെ തടിയെല്ലത്തിൽ ബീങ്ങവും കാര്യം അങ്ങനെയല്ല തുടങ്ങിയിട്ട്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വന്നിട്ട് എന്താക്കിയ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നാറ് തങ്ങളുടെ വന്ന് ചൊന്നാറ് നബി ഞങ്ങൾക്ക് കൂടെ എന്താ നിൽക്കുക ആയിട്ടില്ല ഞങ്ങളെ ഒരു രോഗം കാര്യമുള്ള വന്നേരം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യം ഞങ്ങൾക്ക് എന്തായാലും പിടിച്ചോണ്ടില്ല ചൊല്ലും. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും നിങ്ങൾ എന്താ ആ ഒരു ഗാബത്തേക്ക് പോകും. അവിടെ ആരുണ്ട് ഈ ബഹുമാനോടെ യസ്സാർ റളിയല്ലാഹു അൻഹു എൻ്റെ മൗല അവിടെ ഉണ്ട്. അതുമാത്രമല്ല അയാളിട്ട് എന്നുണ്ടെങ്കിൽ ഈ ബൈത്തുൽ മാല വൺടൈം കാര്യമുള്ള നോക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ അവിടെ പോയിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വണ്ടിയുടെ പാലും അതേപോലെ ഒരു മരുന്നും കാര്യം എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു കൊടുത്തു. നിങ്ങൾ എന്താക്കറോട് പോയിട്ട് യസ്സാർ റളിയല്ലാഹു അൻഹുവിനോട് ചൊല്ലുറോ അയാൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം കാര്യം എന്താക്കി ആക്കി തരുമെന്ന് ചൊന്തു. അങ്ങനെ ഈ 8 ആൾക്കാർ എവിടെ പോണ്ടാറ് ഈ ഒരു ഗാബത്തേക്ക് പോണ്ടാറ്. അതായത് ഈ ഒരു സുൽജുദുർ ചൊല്ലിയ ജാഗിയറോടേക്ക് എന്താക്കറ് പോണ്ടാറ്. അവിടെ ബഹുമാനപ്പെട്ട ആറ് കിട്ടർ യസ്സാർ റളിയല്ലാഹു അൻഹു എന്താക്കറ് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടാകുമ്പോൾ യസ്സാർ റളിയല്ലാഹു അൻഹു എന്താക്കറ് ഇങ്ങോട്ട് പേന എല്ലാ രീതിയിലുള്ള കാര്യമാക്കി കൊടുക്കറോ ഇങ്ങോട്ടുള്ള ഈ രോഗത്തുള്ള ചികിത്സക്ക് പേനായിട്ടുള്ള എല്ലാ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന മരുന്നും കാര്യം എന്താക്കറ് ഇങ്ങോട്ട് ആക്കി കൊടുക്കണം. അങ്ങനെ കുറേ നാൾ ഈ ഒരു മരുന്നും കാര്യം ആക്കിയത് കൊണ്ടിട്ട് എന്തായത് ഇങ്ങോട്ട് ഈ അങ്ങോട്ട് വന്നെങ്കിൽ ആ ഒരു രോഗം എന്തായത് അങ്ങനെ നിന്ന് ഷിഫായിപ്പോയിത്ത്. പക്ഷെ ഈ രോഗം ഷിഫാവലോട് കൂടിയിട്ട് അങ്ങനെ എന്ത് തനി സ്വഭാവം അങ്ങ് എന്താക്കിയാർ പറത്തിട്ടാറ്. അതായത് ഇങ്ങെന്താക്കിയാറ് ഈ ആൾക്കാർ ഒട്ടി കൂടിയിട്ട് ഇങ്ങനെ എന്താക്കിയാർ ഒരു ചർച്ച ആക്കിയാർ ഒരു വിഷയം ആക്കിയാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ മദീനത്തിൽ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് ഞങ്ങൾ ദഹിക്കണം. ഇവിടെ ഒരുപാട് വൺ ടൈം കാര്യമെല്ലാം ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വൺ ടൈം അതേപോലെ ബൈത്തുൽ മാല വൺ ടൈം ഉണ്ട്. അപ്പം ഞങ്ങൾ എന്താക്കാം ഈ ഒരു വൺ ടൈം ഞങ്ങൾ എന്താക്കുക എടുത്തുകൊണ്ട് കൂട്ടി പോയിട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ എന്താക്കുക പോയിട്ട് ലാവിഷായിട്ട് ജീവിക്കുക ചൊല്ലുക. അങ്ങനെ ഇങ്ങനെ എന്താക്കിയാൽ ഈ പരിശുദ്ധമായ ദീനിൽ ഞങ്ങൾ എന്തായാലും പുറത്ത് വന്നാർ. അതായത് ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോയാറ്. അങ്ങനെ ഇങ്ങെന്തായാലും മുർത്തദ്ദായാർ. അങ്ങനെ മുർത്തദ്ദായ സന്ദർഭത്തിൽ പിന്നീട് എന്താക്കി ഇവർ വൺടടം കാര്യം അങ്ങനെ എന്തോ കട്ടട എടുത്തോണ്ട് പോകണല്ലേ. അങ്ങനെ എടുത്തോണ്ട് പോകേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ എന്താക്കിയാറ് ബഹുമാനപ്പെട്ട ഈ ഒരു യസ്സാർ റളിയല്ലാഹു അൻഹു മുട്ട വന്നിട്ട് എന്താക്കി വൺടട എടുക്കോബേനെ പോയ സന്ദർഭത്തിൽ യസ്സാർ റളിയല്ലാഹു അൻഹു എന്താക്കി എതിർന്നിണ്ടെത്തും. ഈ ഒരു വൺ ടൈം കാര്യമുള്ളത് ഏതാണ്? ഒന്ന് ബൈത്തുൽ മാലതാണ്, അത് പൊതു സ്വത്താണ്. അതേപോലെ പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൺ ടൈം കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ എടുക്കുക ആവില്ല എന്നാണ് ചൊന്നത്. ഈ സന്ദർഭത്തിൽ ഇങ്ങെന്താക്കിയാറ് ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹു പിടിച്ച് കെട്ടിയിട്ടിൽ പിന്നെയാണ് ചരിത്രത്തിൽ ഏറ്റവും ഒരു വേദനാജനകമായിട്ട് ഏറ്റവും ബേജാറായിട്ടുള്ള ഒരു ക്രൂരത എന്താക്കരുത് അവിടെ നടക്കരുത്. അതായത് ഇസ്ലാമർ പുറത്തു പോയിട്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് എന്താക്കിയാൽ ജീമത്തിൽ ഇക്കലോടുകൂടി യസ്സാർ റളിയല്ലാഹു അൻഹു ജീമത്തിൽ ഇക്കലോടുകൂടി യസ്സാർ റളിയല്ലാഹു അൻഹു 2 കാലയും 2 കൈടും എന്താക്കിയാൽ മുറിച്ചിട്ടെടുത്താറ്. അപ്പോൾ ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹു പെടക്ക തുടങ്ങുക. കാരണം ഈ ജീമത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് ക്രൂരത എന്താക്കിയില്ല, നിപ്പാട്ടിയില്ല. എന്താക്കിയാറ് ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹുടെയും കണ്ണട എന്താക്കിയാർ കുത്തി പൊട്ടുപാട്ടിയാറ്. ഈ കുത്തി പൊട്ടുപാട്ടി എങ്ങനെ ചൊന്നേണ്ട കണ്ടെങ്കിൽ അവിടെ ഒരു ചെടിയിൽ അവിടെ നിന്ന് ചെറിയ തൈയിൽ മുല്ലല്ലിന്ത് ഈ മുല്ല് കൊണ്ടിട്ടാണ് എന്താ കണ്ണട പൊട്ടുപാട്ടത്. അതായത് പുറത്തുനിന്നുള്ള ഇന്നൊരു കാഴ്ച ഒന്ന് കാണുക തീര എന്നുള്ള രീതിയിൽ. അതുമാത്രമല്ല ചില ചരിത്രകാരന്മാർ ചൊല്ലിയത് മുല്ല് കൊണ്ടിട്ടല്ല ചൂടായിട്ടുള്ള എനിക്ക് ഇരുമ്പ് കൊണ്ടിട്ടാണ് എന്താക്കിയത് കണ്ണട കുത്തി പൊട്ടുപാട്ടിയതിട്ടാണ് ചൊല്ലപ്പെട്ടത്. അതേപോലെ അതുമാത്രമല്ല പിന്നീട് ഒരു കാര്യം മുണ്ടോക ആവക തീരാ ചൊന്നിട്ട് അങ്ങനെ അതേപോലത്തെ മുല്ല് കൊണ്ടിട്ട് നാവിടെ എന്താക്കിയാറ് ഒട്ടയാക്കിയാറ്. അത് നാവരെ പറിച്ചിട്ടല്ല വെച്ചാറ്. തുറക്കും ഒരു ദയനീയമായ രീതിയിലാണ് എന്താക്കുന്നത് ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹു ആക്കിയിട്ട് വെക്കാറ്. അങ്ങനെ ആ ഒരു ചൂടായക്കത്തെ ആ ഒരു ഭൂമിയിൽ അത് മദീനത്തിൽ നിന്നിട്ട് ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ജാഗയുള്ളത്, ഈ ഗാബ ഉള്ളത്. അവിടെ ഇട്ടിട്ട് ഇങ്ങനെ എന്താക്കാറ് ഈ വൺടൈഡും കാര്യം എടുത്തുകൊണ്ട് സീത അങ്ങനെ എന്താക്കാറ് ഓടിപ്പോണ്ടാറ്. ഇതിൽ ഏകദേശം ബൈത്തുൽ മാല ഒരു 15 തോല് വണ്ടിട്ടാണ് എന്താക്കുന്നത് അതിലിക്കരുത്. അങ്ങനെ ഈ ഒരു സന്ദർഭം ഈ കാര്യം നടന്നിട്ടാകുമ്പോൾ ഈ ചോര നല്ലോണം പോയിട്ട് ബഹുമാനപ്പെട്ട യസ്സാർ റളിയല്ലാഹു അൻഹു ആ ഒരു ഗാബൽ വെച്ചിട്ട് എന്താ അവിടുന്നാണ് ഷഹീദ് അവിടുന്നാണ്. അപ്പോൾ ഈ ഒരു വിവരം എന്തായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൊന്തയത്. പക്ഷെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൊന്തയത്തിൽ ലേറ്റായിട്ടാണ് ഗൊന്തയത്. കാരണം ഇതൊരു ദൂരാണ് ഉള്ളതല്ല. അങ്ങനെ ഈ ഒരു സംഭവം ഗൊന്തയ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയത് ഈ ഹുർസുബിന്
ജാബിർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇരിയോ ആൾക്കാർ സംഘത്തെ അങ്ങനെ പിടിക്കുകയായിട്ട് കടത്തിത്തു. കാരണം ഈ ഹുർസുബിൻ ജാബിർ റളിയല്ലാഹുവിനു മദീനത്തിലുള്ള എല്ലാ ജാഗ്യം എന്തുകൊണ്ട് ഗൊന്തുണ്ട്. കാരണം മുന്നോലും ഇങ്ങനത്തെ സ്വറാക്കിയെന്നത് കൊണ്ടിട്ടും ആ ജാഗ്യമുള്ള ഗൊന്തെന്ന് കൊണ്ടിട്ട് ഇപ്പോൾ എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിലാണുള്ളത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസ്തനായ ഒരാളും കൂടിയാണ്. അങ്ങനെ ഹുർസുബിൻ ജാബിർ റളിയല്ലാഹുവിനും ഒരു ഇരിയോ ഉള്ള സംഘ എന്താക്കി ഇങ്ങനെ പിടിക്കുക പോയിട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ട് ഇങ്ങനൊക്കെ ജീമത്തിലാണ് ഇങ്ങനൊക്കെ എന്താവണത് ഇത് കിട്ടണത്. അങ്ങനെ ഹുർസുബിൻ ജാബിർ റളിയല്ലാഹു സ്പീഡിലാണ് ഇത് പോയത്. അത് സുബൈക്ക് ബിസൈ ഗൊന്തായിട്ട് ഇന്നേണ്ട് കണ്ടെങ്കിൽ ഉച്ചകാവുമ്പോൾ എന്താക്കി അങ്ങനെ പോയിട്ട് ആരെ പിടിച്ചത് ബഹുമാനപ്പെട്ട ഹുർസുബിൻ ജാബിർ റളിയല്ലാഹു പിടിച്ചത്. ഇങ്ങനെ പിടിക്കരുത് ഓടിച്ചൊന്നെങ്കിൽ സിറിയർ ഒരു ബോർഡറിലാണ് ഇങ്ങനെ എന്താക്കരുത് പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചത് എങ്ങനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഇങ്ങനെ പോയെങ്കിൽ ആ ഒരു വണ്ടൻ കാര്യമുള്ള ആ ഒരു പാത നോക്കിയിട്ടാണ് അങ്ങ് പോയി ആ വണ്ടയുടെ കാര്യമുള്ള പാതെല്ലാം കണ്ടല്ലോ അതെല്ലാം നോക്കിയിട്ടാണ് ആറ് പിടിച്ചത് ബഹുമാനപ്പെട്ട ഹുർസുബിൻ ജാബിർ റളിയല്ലാഹു ഉച്ചകാവുമ്പോൾ ആറ് മുന്നിലുള്ളവരെങ്ങ ബഹുമാനപ്പെട്ട ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടുള്ളാറ്. അപ്പോഴാണ് ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഒരു ഖിസാസ് കൊടുക്കുക, അതായത് ഏറ്റവും വലിയ പ്രതികാരം. അതായത് ഇസ്ലാമിലുള്ളതാണ് ഖിസാസ്, അതായത് ഒരാൾ എങ്ങനെയാണ് കൊന്നത് അതുപോലെ കൊല്ലുക എന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുത്തത്? ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു എൻ്റെ സ്വഹാബിരെ എങ്ങനെയാണോ ശിക്ഷിച്ചത് അതേപോലെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ ഇങ്ങനെ എന്താക്കണം കൊല്ലണം. അങ്ങനെ ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹുവിൻ്റെ എങ്ങനെയാണോ കൊന്നത് അതേ രൂപത്തിൽ ഇങ്ങനെ കൈക്കാലം മുറിച്ചിട്ടും അതുപോലെ കണ്ണും കാലും പൊത്തുവിട്ട് അതേപോലെയാണ് ആരെന്താക്കിയത് ഇങ്ങനെ എന്താക്കിയത് കൊന്നതുകൊണ്ടാണ് ചരിത്രത്തിൽ എന്താക്കിയത് ചൊല്ലത്. പിന്നീട് ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടായിട്ട് മായിദ സൂറത്തിൽ ഇതിൽ പ്രതിപാദിച്ചിട്ടാണ് മായിദ സൂറത്തിൽ 33-ാമത്തെ ഒരു ആയത്ത് ഇറങ്ങരുതുണ്ടാണ് ചൊല്ലത്. അപ്പോൾ ഈ ഒരു ഗാബയിൽ വെച്ചിട്ടായിട്ട് ഈ ഒരു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മൗല ഒരു ആട്ടിടയാണ് ഇത്രയും ക്രൂരമായിട്ട് അങ്ങ് എന്താക്കിയത് കൊന്നത്. പക്ഷേ ഈ ഒരു ഗാബ ചൊല്ലത് ഊടായിട്ട് എന്താ ഒരു നല്ലോണം ഈ ചെടികൾ, അതായത് ഈ പ്രാണികൾക്ക് മൃഗത്തേക്ക് തിന്നുകൊള്ള നല്ല നല്ല ചെടികൾ, അതേപോലെ മലയെല്ലാം ബന്നിട്ടുണ്ടെങ്കിൽ തന്നിയല്ല ഒരു ബന്നു തുടങ്ങിയത്. അത് മദീനത്തേക്ക് തന്നി പറവ് തുടങ്ങി എന്നൊരു ജാഗ്യം കൂടിയാണ് ഈ ഒരു ഗാബ ചൊല്ലത്. ഇതിൻ്റെ പേര് സുൽജുദർ പർവ്വതത്തെ ഒരു ഉള്ള ജാഗയാണ് ഈ ഒരു ഗാബ ചൊല്ലത്. അത് ഈ ഒരു ഗാബത്തിൽ വെച്ചിട്ടാണ് ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് ആയിട്ട് ബദർ യുദ്ധത്തിൽ ഗനീമത്തായിട്ട് കിട്ടിയ അബൂജഹലിൻ്റെ ഒരു വണ്ടിണ്ട്, അതായത് ഈ ബെല്ലി കൊണ്ട് കെട്ടിയ ഇങ്ങനത്തെ ഒരു വണ്ടിണ്ട്. ഈ വണ്ടി മേഞ്ഞു കഴിഞ്ഞത് ഇതേ ഒരു ജാഗയിൽ വെച്ചിട്ടാണ്. അതേപോലെ ഹുദൈബിയ സന്ധിക്ക് പോകേണ്ട സന്ദർഭത്തിൽ, അതായത് ഹുദൈബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ എന്ന നിയത്തും വെച്ചിട്ട് ഇവിടേക്ക് മക്കത്തേക്കാണ് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ എന്തല്ല മക്കത്ത് ഉംറ ചെയ്യുകയല്ല. അങ്ങനെയാണ് ഹുദൈബിയ സന്ധിയൊക്കെ നടക്കുന്നത്. ഈ ഹുദൈബിയ സന്ധി പോകേണ്ട സന്ദർഭത്തിൽ ഒരുപാട് ബലിമൃഗങ്ങൾ എന്തായി എടുത്തു പോയിട്ട് എന്നാറ്, അതായത് മക്കത്ത് പോയിട്ട് അറക്കുക പേനായിട്ടുള്ള ബലിമൃഗങ്ങളെല്ലാം തയ്യാറാക്കിയെന്നാറ്. ഈ ഒരു ബലിമൃഗം ആദ്യമായിട്ട് മേയ്ച്ചു ചെയ്യുന്ന ജാഗവും ഏതാണ്? ഈ ഒരു ഗാബൽ വെച്ചിട്ടായിട്ട് എന്ത് മേഞ്ഞിട്ടുന്നത്. അവിടെ നിന്നിട്ടാണ് പിന്നെ ഇവിടെ ഇത് മക്കത്ത് എടുത്തും പോകേണ്ട സന്ദർഭത്തിലാണ് പിന്നീട് ഹുദൈബിയ സന്ധിയും കാര്യമൊക്കെ അവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഹുദൈബിയ സന്ധിയെ കുറിച്ചുള്ള ഒരു വലിയ ഒരു വിശാലമായ ഒരു ചരിത്രമേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നൊരു നാൾ അത് എന്താക്കുക ചൊല്ലാം. അപ്പോൾ ഇത്രയായിട്ട് ഈ ഒരു ചരിത്രം ചൊല്ലത് ഇൻഷാ അല്ലാഹ് വേണ്ട നാൾ പുതിയ ചരിത്രമായിട്ട് വേണ്ട. അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.